എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ദിലീപിൻ്റെ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസും അതിനോട് റിലേറ്റഡ് ആയിട്ട് ഇപ്പം വന്ന 8 വർഷങ്ങൾക്ക് ശേഷം വന്ന ഹണിയം വർഗീസ് എന്ന ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ വിധി. ആ വിധിയിൽ എല്ലാവരും വിചാരിച്ചു, എല്ലാവരും അല്ല കേട്ടോ, പ്രതിയായിരുന്ന ദിലീപ് എന്തായാലും ശിക്ഷിക്കപ്പെടുമെന്നായിരുന്നു ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ വിചാരം. ആരെ? ദിലീപിനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച ആളുകളുടെ എല്ലാം ആഗ്രഹവും അവർ വിചാരിച്ചതും അതുതന്നെയായിരുന്നു. 8 വർഷക്കാലം അല്ലെങ്കിൽ 8 വർഷത്തിന് മുകളിലായിട്ട് ഈ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ മീഡിയകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ദിലീപാണ് കുറ്റക്കാരൻ, ദിലീപാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, പൾസർ സുനി തനിയെ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന രീതിയിലുള്ള ഒരുപാട് വിശകലനങ്ങളും ചർച്ചകളും എല്ലാമായിട്ട് റിപ്പോർട്ടർ ചാനൽ തുടങ്ങി മറ്റുള്ളവരെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് 8 വർഷങ്ങളോളം ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് ഈ ഒരു ഈ വിധി അല്ലെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോയത്. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ദോസ് ഹൂ ബ്ലെയിം ദിലീപ്, ദോസ് ഹൂ സ്റ്റിൽ തിങ്ക് ദാറ്റ് ദിലീപ് ഈസ് ബിഹൈൻഡ് ഇറ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവർ പറയുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെളിവുകളില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾക്കറിയാം ദിലീപാണ് തെറ്റുകാരനെന്ന്. എങ്ങനെ അറിയാം? ഈ പറയുന്ന നിങ്ങളുമായി നേരിട്ട് ഇൻവോൾവ് അല്ലാത്ത, നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് ദിലീപിനെ അറിയില്ല, like I'm talking about 99.9% of the people who are not related to the film field, who are not related to Dileep or the victim. ഇവരാരും അറിയാത്ത നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഈവൻ ആഫ്റ്റർ ദി റിലീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. ഈ കേസിലെ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷവും, അതായത് 8 ഗൂഢാലോചനകളാണ് പ്രധാനമായിട്ട് ദിലീപ് പൾസർ സുനിയുമായി നടത്തി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള 8ഓളം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗൂഢാലോചനകളിൽ ഒരെണ്ണം പോലും തെളിവ് സഹിതം സമർത്ഥിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് മീൻസ് ദ കേരള പോലീസ് സിസ്റ്റം, ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ, ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, കേരള ഗവൺമെൻറ്, we all know that the left government was behind the victim. They supported her in all the means what they can do. Prosecution അവർ പറയുന്ന വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചു. TB മിനി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അവരുടെ ഒരു സഹായി പോലെ അല്ലെങ്കിൽ അതിജീവിതയുടെ വക്കീലായിട്ട് മുന്നോട്ട് വന്നു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട രീതിയിൽ ഒരു മെയിൽ ജഡ്ജിനെ മാറ്റിയിട്ട് സെക്കൻഡ് ഒരു ഫീമെയിൽ ജഡ്ജ്, ദാറ്റ് ഈസ് ഹണിയം വർഗീസ് വന്നു. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഇതെല്ലാം തന്നെ നടന്നത് ടു ദ ഫേവർ ഓഫ് വിക്റ്റിമാണ്. ഇതിൽ വിക്റ്റിം റിക്വസ്റ്റ് ചെയ്ത 2 കാര്യങ്ങൾ ഐ ബിലീവ് കോർട്ട് നിരാകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹണിയം വർഗീസ് ബയാസ്ഡായിട്ട് പെരുമാറുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം കൊണ്ട് അവരെ മാറ്റണം എന്ന് പറയുന്ന ഒരു ഹർജി, അത് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അത് തോട്ടിലെറിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയിരുന്നു ഈ കോർട്ടിൽ വെച്ച് നടന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിംഗ് മാറ്റിയിട്ട് അതൊരു ഓപ്പൺ പ്രൊസീഡിംഗ് ആക്കണമെന്ന് പറയുന്നൊരു ഹർജി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് തള്ളി. കാരണം ഐ ബിലീവ് ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ഓപ്പൺ കോർട്ട് പ്രൊസീഡിങ് പറ്റില്ല എന്നൊരു റൂളിംഗ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു റൂളിംഗ് ഉണ്ട് എന്നറിയാത്തവരല്ല കോടതികൾ ഈ 2 ഹർജികളും നിരാകരിച്ചു എന്ന് പറഞ്ഞ് ദിലീപിന് വീണ്ടും എതിരായിട്ട് സംസാരിക്കുന്നത്. ഈ പറയുന്ന ചാനൽ ഡിബേറ്റ്സിൽ പങ്കെടുക്കുന്ന SP ജോർജ്, വാട്ട് ഈസ് ഹിസ് നെയിം, ജോർജ് തോമസ് വാട്ടെവർ, SP ജോർജ്, അതുപോലെ തന്നെ ആശ എന്ന് പറയുന്നൊരു വക്കീൽ, പിന്നെ TB മിനി, അതുപോലെ തന്നെ ഫിലിം ഫ്രട്ടേണിറ്റിയിൽ നിന്നുള്ള പലരും, ദേ സപ്പോർട്ട് ദ വിക്ടിം അഗെയിൻസ്റ്റ് ദിലീപ്. അവർ ദിലീപ് ഈ ഫിലിം ഫ്രട്ടേണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ബേസിക്കലി ദേ കം ടു ഓപ്പോസ് ദിലീപ്, അല്ലാതെ അതിജീവിതയല്ല അവരുടെ ലക്ഷ്യം. ഇൻക്ലൂഡിങ് ഭാഗ്യലക്ഷ്മി, അവരുടെ ലക്ഷ്യം അതിജീവിതയ്ക്ക് നീതി കിട്ടലല്ല. അവരുടെ ലക്ഷ്യം ദിലീപിനെ ട്രാപ്പ് ചെയ്യലാണ്, ദിലീപിനെ ഫാബ്രിക്കേറ്റ് ചെയ്യലാണ്, ദിലീപിനെതിരായിട്ടുള്ളൊരു ജനവികാരം കൊണ്ടുവരലാണ്.
ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ക്രിസ്മസ് ദിനത്തിലാണ്. ഈ 25th December 2025 ഈ ദിനത്തിൽ ഐ ഓൾസോ വാച്ച്ഡ് എ ടീസർ released by Gokulam team, the production team of Babba, that they entered 50 CR success box office collection. അതിൻ്റെ ഒരു സക്സസ് ടീസർ ഞാനിന്ന് കണ്ടിരുന്നു. അതായത് ഈ ഒരു വിധി വന്നതിന് ശേഷം വന്ന ദിലീപിൻ്റെ സിനിമയാണ്. അതുപോലും ആളുകൾ, അതായത് ദിലീപിൻ്റെ സിനിമ ഇറക്കുന്നു, അതിൽ ചില സംഭാഷണങ്ങളുണ്ട്, അത് അതിജീവിതക്കെതിരാണ്, അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന വിധി ദിലീപിന് അനുകൂലമാവുമെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിധി വരുന്നതിന് 1-2 ദിവസം മുൻപേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ, ഇറ്റ് ഈസ് എ ടൈം ലൈൻ, എൻ്റെ ഫേസ്ബുക്കിൽ ഈ കാനഡയിലുള്ള ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ദിലീപ് അക്യൂറ്റൽ ആവാനാണ് സാധ്യത എന്ന്. കാരണം ഈ കേസ് 2017 മുതൽ ഒരു പരിധി വരെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും റിലേറ്റഡ് ആയതുകൊണ്ടോ, എനിക്ക് ദിലീപ് മാസം 1000 രൂപയോ 5000 രൂപയോ തന്നുകൊണ്ടോ അല്ല ഞാൻ ചെയ്തത്. കാരണം നോബഡി പെയ്ഡ് മീ. ഐ എം നോട്ട് എ PR ഓഫ് ദിലീപ് ആൻഡ് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിലീപ്. ഐ ലൈക്ക് ദിലീപ് ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഹിം. എനിക്ക് മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നടൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടാണെങ്കിലും 2017 മുതൽ ഐ ഫോളോ ദിലീപ്സ് കേസ് ഫോർ സം റീസൺ. ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കും, ക്യൂരിയസ് ആയതുകൊണ്ടായിരിക്കും. കാരണം ഈ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു നരേഷൻ, അവരുടെ ഒരു അജണ്ട അന്ന് മുതലേ ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കേസ് ഐ വാസ് ഫോളോയിങ് ഫ്രം 2017. ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഞാൻ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു. 2019, 18, 19, 20 ആക്ച്വലി ഇതിങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ 2025 ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ദിലീപിന് ഫേവറബിൾ ആയിട്ടുള്ളത് ഞാൻ കാണുന്നത് പേഴ്സണലി. എനിവേ, അപ്പം കാര്യത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന 8 ഗൂഢാലോചനകളും ഒരെണ്ണം പോലും ബൈജു പൗലോസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തെളിയിക്കാനായിട്ടോ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാനായിട്ടോ സാധിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും? It is the basic primary question everybody should ask to the investigation team and the prosecution, including the one who comes in front of the TV channels and the YouTubers. TB Mini was saying that ഈ കേസിൽ ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ കൊടുത്ത തെളിവുകൾ കോടതി അംഗീകരിക്കും. എങ്ങനെ അംഗീകരിക്കും? കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ, 2-3 ഡേയ്സ് മുന്നേ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയാണ്, ഒരു ഇടതുപക്ഷ ചായ്വുള്ള, അതായത് തൃശ്ശൂർ, ഐ ബിലീവ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M. വർഗീസേട്ടൻ്റെ മോളാണ് ഹണി M. വർഗീസ്. ആൻഡ് ഹെർ ബ്രദർ ടോണി M. വർഗീസ് വാസ് മൈ സീനിയർ schoolmate. I know them. I mean, not personally. I know Tony M. Varghese, but I don't know Honey M. Varghese. But ഇവരെനിക്ക് അറിയാം, കുറച്ചൊക്കെ അറിയാം. അപ്പം ഈ ഹണി M. വർഗീസിനെ പറ്റി പൊതുവെ പറയുന്നത് ഒരു വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ജഡ്ജാണെന്നുള്ളതാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർ പറയാണ്, ഈ TB മിനി പറയാണ്, ഒരു ലെഫ്റ്റിസ്റ്റ് ഫ്രാക്ഷനിലുള്ള ഒരു ജഡ്ജാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഏത് തരത്തിലുള്ള എവിഡൻസുകളും അതെന്ത് തന്നെ ആയിക്കോട്ടെ അത് അവർ അംഗീകരിക്കുമെന്നാണ് വിചാരിച്ചതെന്ന്. ഹൗ ക്യാൻ എ ലോയർ സേ സംതിങ് ലൈക്ക് ദാറ്റ്? What an absurdity, what a stupidity, what it is she really an advocate? അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് TB മിനിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദിസ് കേസ് ഒരു പ്രമാദമായ കേസാണ്. ദിലീപാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, 6 പ്രതികളുണ്ട്. ആൻഡ് ഈ പറയുന്ന വിക്റ്റിമാണെങ്കിലും ഷീ വാസ് എ ഷീ ഈസ് എ വെരി ഫേമസ് ആക്ട്രസ്. അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാനായിട്ടൊരു വക്കീലുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഐ കനോട്ട് ഇമാജിൻ. ഹൗ ക്യാൻ ഐ? കാരണം ഇങ്ങനെയുള്ള കേസുകൾ വാദിക്കാനായിട്ട് ദർ വുഡ് ബി ലോട്ട് ഓഫ് ലോയേഴ്സ് അവൈലബിൾ. നമ്മുടെ നാട്ടിലുണ്ടാവും. ഡിഫൻസ് ലോയേഴ്സ് ആണെങ്കിലും അതിന് പിന്നെ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നാണെങ്കിലും വാദിക്കാനായിട്ട് ഒരുപാട് ലോയേഴ്സ് അവൈലബിൾ ആവുന്ന കാലത്താണ് ഇങ്ങനൊരു വി നെവർ ഹേർഡ് ദിസ് നെയിം ഓഫ് TB മിനി. അതേസമയം ദിലീപിന് വേണ്ടി ഹാജരാകുന്നത് ആരാണ്? രാമൻ പിള്ള എന്ന് പറയുന്ന ഒരു വെൽ നോൺ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിമിനൽ ലോയേഴ്സ് ഓഫ് കേരളയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? അതൊരു ക്വസ്റ്റ്യനായിട്ട് നിൽക്കുകയാണ്.
ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടുവന്ന കെട്ടിയിറക്കിയ സാക്ഷികൾ ഇൻക്ലൂഡിങ് ബാലചന്ദ്രകുമാർ, ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം തന്നെ കോടതിയിൽ തള്ളിപ്പോയി. Then why the societal justice is against Dilip again even after the court verdict comes out acquitting Dilip? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? What is the reason behind it? It is one of the most important questions which will come in 2026 also. Dilip is going for malicious prosecution and Dilip should do that. കാരണം ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുന്ന ഒരു 10ാം ക്ലാസ് ഒരു കുട്ടിക്ക് പോലും അത്രയും മെച്യൂരിറ്റി മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ദർ ഈസ് എവിഡൻസസ് അഗെയിൻസ്റ്റ് ലാൽ ജൂനിയർ, ഹണിബി 2 സെറ്റ് ഇൻ ഗോവ, പൾസർ സുനിയും വിക്ടിമുമായിട്ടുള്ള റിലേഷൻ, പൾസർ സുനിയും ലാൽ ജൂനിയറുമായിട്ടുള്ള റിലേഷൻ, 2ാം പ്രതി മാർട്ടിൻ ഹൂസ് ഡ്രൈവർ വാസ് മാർട്ടിൻ, ലാൽ. ഇങ്ങനെയുള്ള 100 കാര്യങ്ങൾ മാർട്ടിൻ്റെ 8 വർഷം മുൻപ് അയാൾ പറഞ്ഞ റിവലേഷൻ ടു ദ മീഡിയ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ലെറ്റർ എഴുതിയെന്ന് പറയപ്പെടുന്ന വിപിൻ എന്ന് പറയുന്ന സഹതടവുകാരൻ്റെ മൊഴികൾ. ഹി സൈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഇറ്റ് ഈസ് ദ ട്രാപ്പ് ഫ്രം ദ പോലീസ് കമ്പൽസ്ഡ് ഹിം ടു റൈറ്റ് എ ലെറ്റർ ലൈക്ക് ദിസ്. അതുപോലെ തന്നെ മാർട്ടിൻ്റെ 3 വർഷം 4 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവായിട്ട് പറയുന്നൊരു വീഡിയോ. ആ വീഡിയോയിൽ പല കാര്യങ്ങളും വി കനോട്ട് അക്സെപ്റ്റ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ആണ് ഇത് നടത്തുന്നത് എന്ന് തോന്നുമ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. എന്തുകൊണ്ട് ഈ ജഡ്ജ് ഹണിയം വർഗീസ് ഡിഡ് നോട്ട് ആസ്ക് ഫോർ എ സെക്കൻഡറി പ്രോബ്? ദർ ആർ ലോട്ട് ഓഫ് എവിഡൻസസ് വിച്ച് ഹാസ് ബീൻ ഫൗണ്ട് ടു ബി എവിഡൻസസ് ഫ്രെയിംഡ് ബൈ ദ പോലീസ്. എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു ആക്ഷൻ റേദർ ദാൻ റിമാർക്സ് ലൈക്ക് ഷെയിംഫുൾ പോലീസിംഗ് എന്നൊക്കെ പറയുന്ന പോലുള്ള റിമാർക്സ് അല്ലാതെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനോ ഒരു ആക്ഷനോ എന്തുകൊണ്ട് ജഡ്ജ് പറഞ്ഞില്ല? എന്തോരം കെട്ടിച്ചമച്ച നെറേറ്റീവ്സാണ് കൊണ്ടുവന്നത്. ജഡ്ജ് വരുന്ന സമയത്ത് ലൈക്ക് ദിലീപിനെ കണ്ടപ്പോൾ കൈകൂപ്പി വണങ്ങുന്നു. വാട്ട് എ ഫേക്ക് അക്യൂസേഷൻസ് ദോസ് ആർ. എന്തൊക്കെയാണ് ആളുകൾ ചെയ്തു വെക്കുന്നത്? അതായത് അവരുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. റിപ്പോർട്ടർ ചാനൽ ഹാസ് എവർ ബീൻ ബിഹൈൻഡ് ദിലീപ് അഗെയിൻസ്റ്റ് ദിസ് കേസ്. ദേ ഹാവ് നെവർ ഓപ്പൺ ദെയർ മൗത്ത് അഗെയിൻസ്റ്റ് ലാൽ ബിക്കോസ് ഹീ കുഡ് ബി എൻ അക്യൂസ്ഡ് പേഴ്സൺ. ഐ ബിലീവ് ഇറ്റ് ഈസ് ബിക്കോസ് ഈ മാധ്യമങ്ങളെല്ലാവരും തന്നെ ഇൻ ദ ബിഗിനിങ് they were against Dilip and their narratives were against him. അപ്പോൾ അതുകൊണ്ട് തന്നെ they just continued it എന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനൊരു മടിയുണ്ടാവും. മൊട്ട അരുൺ, റിപ്പോർട്ടർ ചാനൽ, വേണു ബാലകൃഷ്ണൻ, പിന്നെ ആരൊക്കെയാണ്, ഹുവർ, ഷാനി ഉണ്ടെന്ന് അറിയില്ല, മാധു ഇസ് ഡെഫിനറ്റ്ലി ദെയർ, ആൻഡ് സ്മൃതി പരുത്തിക്കുരുക്കാട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ ദിലീപിനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകൾ. ബട്ട് യു ഷുഡ് തിങ്ക് വൺ തിങ്. നിങ്ങൾ പറയുന്ന നെറേറ്റീവ്സ് അല്ല. ദിലീപ് ഈസ് ആക്ച്വലി ഒരു ഇന്നസെൻറ്റ് പേഴ്സൺ ആണെങ്കിൽ, ഇപ്പോൾ വിധി വന്നിട്ട് പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആൾക്കാർ നെറേറ്റീവ് ചെയ്തുണ്ടാക്കുന്നുണ്ട്. വൺസ് യു തിങ്ക് ഇഫ് ഇൻ കേസ് ദാറ്റ് 1% ഓഫ് ദ ചാൻസ് ദാറ്റ് ദിലീപ് ഈസ് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ, അയാൾക്ക് നഷ്ടപ്പെട്ട 8 വർഷം ആര് തിരിച്ചു കൊടുക്കും? അയാൾ അഹങ്കാരിയായിരിക്കാം, അയാൾക്ക് ഒരുപാട് പേരോട് ഗ്രഡ്ജ് ഉണ്ടാക്കാം, ഹി ഹാസ് എനിമീസ്, he has hatred towards lot of fellow filmmates. ഇതെല്ലാം ഉണ്ടെങ്കിലും you cannot assume that this person is behind this crime. അങ്ങനെ പറയാൻ പറ്റില്ല. അവന് തീയില്ലാത്ത പുകയുണ്ടാവില്ല. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള വരട്ട് തത്വവാദങ്ങൾ, don't bring it. This is not a silly thing. This is somebody's life. മഞ്ജു വാര്യരെ ഡൈവോഴ്സ് ചെയ്തു, 2ാമത് കാവ്യമാധവനെ കെട്ടി. ഇതെല്ലാം അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പബ്ലിക് ഫിഗർ ആണെന്നുള്ളത് കൊണ്ട് ഓൾ ദീസ് തിങ്സ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെ ജഡ്ജ് ചെയ്യാമെന്നോ ഇവരുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഇടപെടാമെന്നൊന്നും അതിന് അർത്ഥമില്ല. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് നോക്കേണ്ടത്. ഇതിനേക്കാൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ യു മേ ഹാവ് ഇൻ യുവർ ഓൺ ലൈഫ് ആൻഡ് യു ആർ നോട്ട് സീയിങ് ഇറ്റ് ബിക്കോസ് യു ആർ ഇൻ സെർച്ച് ഫോർ ദ വുഡ്, യു ഡോണ്ട് സീ ദ ഫോറസ്റ്റ്. ഞാൻ ഇതിൽ
പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വക്കീൽ അജകുമാർ ആൻഡ് അവരുടെ ഫെലോ വർക്കർ TB Mini, they both are saying that, okay, the case is not closed ever. It is again running. It is going to be an appeal in High Court, then Supreme Court for sure. നമുക്കറിയാത്ത കാര്യമല്ല ഇത്. പക്ഷേ കേസിൻ്റെ വിചാരണ കഴിഞ്ഞു. ടുഡേ, ഇന്നത്തെ ദിവസം ദിലീപ് ഇന്നസെൻ്റ് ആണോ ഈ കേസിൽ? യെസ്, ദിലീപ് ഇന്ന് അക്യൂറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ദിലീപിന് ഇനി എതിരെ അപ്പീലിന് പോയാൽ പോലും he can say that he is an acquitted. He is an innocent person until ഇപ്പം ഏതൊരു മനുഷ്യനും ഒരു പ്രതിയും നോട്ട് കൺസിഡർഡ് ആസ് എ ക്രിമിനൽ until he is proven guilty എന്നാണ് പറയുന്നത്. ഇതിൽ he is proven innocent എന്നിട്ട് പോലും അപ്പീലിന് പോകുന്ന സമയത്ത് people are actually not willing to say that he is innocent. It's okay. പക്ഷേ അപ്പീലിൻ്റെ വിധി വരുന്നവരെയെങ്കിലും he should be considered as an innocent person. ഈ ഒരു ക്രൈമിൽ ഞാൻ നോട്ട് സെയിങ് അബൌട്ട് എനിത്തിങ് എൽസ്. കാരണം ഇതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ വിധി ആ പകർപ്പ് വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ ആളാണ് ഞാൻ, ഇതിലൊരു തെളിവില്ലെന്ന്. അതിനെ സംബന്ധിച്ചിട്ട് ഈ കേസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഈ മീഡിയ നാരറ്റീവ്സ് വന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു തിങ്ക് യൂസിങ് യുവർ ബ്രെയിൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഗെയിം ബിഹൈൻഡ് ഇറ്റ്. വാട്ട് ഈസ് ദ നീഡ് ഓഫ് IG B Sandhya to go against Dilip in this case? What was her reason for this? What was Baiju Paulo's reason behind trapping Dilip? What was victims' reason? What was other persons from the industry? What was their motive to trap him? ഇതൊക്കെ ചിന്തിക്കണം. ദിലീപിന് ഈ പറയുന്ന വിക്ടിമിനെ ട്രാപ്പ് ചെയ്യാനുള്ള മോട്ടീവിനേക്കാൾ 100% ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോട്ടീവ്സാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളത് ദിലീപിനെ ട്രാപ്പ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നാരറ്റീവ്സിൽ വീഴാതിരിക്കുക. മീഡിയ ഇസ് എ ബിഗ്ഗസ്റ്റ് സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്നവരാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം അവരുടെ നെറേറ്റീവ്സ് വിജയിപ്പിച്ചെടുക്കാനായിട്ട് അവർക്കറിയാം. ബിക്കോസ് വാട്ട് ദേ ഹാവ് ഇസ് എ സിസ്റ്റം വിച്ച് ക്യാൻ റീച്ച് ടു എവറിബഡി ആസ് വെൽ ആസ് ദ പീപ്പിൾ ഹൂ ക്യാൻ മേക്ക് നെറേറ്റീവ്സ്. ദേ ഡു നോട്ട് ഹാവ് ഓണസ്റ്റി. ദിസ് ഇസ് ദ പ്രോബ്ലം അവർ മീഡിയ ഈസ് ഫേസിങ്. എനിവേ, അപ്പം ഞാൻ നിർത്തുകയാണ്. ഇതിൽ ഞാൻ പറയാൻ വന്ന കാര്യം, സുപ്രീം കോടതിയിൽ പൊക്കോളൂ, ഹൈക്കോടതിയിൽ പൊക്കോളൂ. ദിലീപ് ഇൻ ദിസ് കേസ് ഇസ് അക്യൂറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യം, പൾസർ സുനിക്ക് കിട്ടിയ ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ആ ഒരു ചിന്ത എനിക്കുണ്ട്. ഹി ഈസ് ദ വൺ ബിഹൈൻഡ് ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ഇറ്റ്. മേ ബി ദ മാസ്റ്റർ മൈൻഡ് മേ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. പോലീസിൻ്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ കഴിവാണ്. ദേ ഹാവ് ടു യൂസ് ദെയർ സ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ റിയൽ പേഴ്സൺ ബിഹൈൻഡ് ഓൾ ദീസ് ക്രൈം. പക്ഷേ ഇത് ആദ്യം ആശയവിനിമയം ചെയ്യപ്പെട്ടതും മറ്റുള്ളവരെ കൂട്ടിയതും ഇതിൻ്റെ ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കിയതിൻ്റെ മാസ്റ്റർ മൈൻഡ് പൾസർ സുനിയാണ്. അയാൾക്ക് കിട്ടേണ്ടത് 20 വർഷമല്ല. മറ്റുള്ളവർക്ക് 20 വർഷം കിട്ടുന്നുണ്ടെങ്കിൽ he should get more than that. And I believe if he gets 30 or 40 years in prison, we will hear more new revelations from Pulsar Suni. That's what I'm thinking. കാരണം അയാളെ സംബന്ധിച്ച് ഇനി 8 വർഷത്തോളം മാത്രം ഇനി കിടന്നാൽ മതി. ആ സിറ്റുവേഷന് വരെ മാറ്റം വരുന്നു. ഒരു 20-30 വർഷം കൂടെ അയാൾക്ക് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഇൻ ഹൈക്കോർട്ട്, then he will speak up and then we will hear new twists in this case. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ദിലീപിൻ്റെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. he will come back and he should come back and he should raise above all the hatreds. കാരണം he doesn't deserve it in this case, I'm saying. കാരണം ഇത് ഈ പറയുന്ന ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരോടും പറയുകയാണ്, ഈ കേസിൽ നിങ്ങൾക്കറിയാത്ത പോലെ എനിക്കും അറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന ഒന്നുണ്ട്, കോർട്ട് അക്വിറ്റഡ് ഹിം. I believe in the system. I believe in that judge. I believe in her judgment. I believe in the words she mentioned at the judgment. ഈ ജഡ്ജ്മെൻറ്റ് ഓപ്പൺ ഡോക്യുമെൻ്റാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഡിഫൻസിനല്ല പ്രോസിക്യൂഷൻ അതെല്ലാം തന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. അവരിത് കൺസിഡർ ചെയ്തില്ലെന്ന് പറയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പൺ, nobody can play in these kind of things. അതുകൊണ്ട് തന്നെ പീസ്, and I'm with Dilip.